ലണ്ടനിൽ നിന്ന് നമ്മൾ ലോഗോസിൻ്റെ ഹോപ്പ് എന്ന ഷിപ്പ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന ബുക്ക് സ്റ്റാൾ, ഒരു കപ്പലിൻ്റെ ഒരു നില മുഴുവൻ അവർ പുസ്തകശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റ് ഹാം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ട്രെയിൻ കയറി കാനിങ് ടൗണിൽ ഇറങ്ങണം. കാനിങ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വേറൊരു ട്രെയിൻ കയറി നമ്മൾ എക്സൽ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായിരിക്കുന്ന ഇവൻ്റൊക്കെ നടക്കുന്ന വലിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ അവിടെ ഇറങ്ങി അതിൻ്റെ സമീപത്തുള്ള വാട്ടർ ഫ്രണ്ടിലാണ് നമ്മുടെ ഈ ഷിപ്പ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റ് ഹാമിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വെസ്റ്റ് ഹാമിൽ നിന്ന് ഇപ്പോൾ ആ ട്രെയിൻ വരുന്നു. DLR എന്ന് പറയുന്ന ട്രെയിനാണ്. DLR, ഡോക്ലാൻഡ് റെയിൽവേ എന്ന് പറയും. ഈ ട്രെയിന് ഡ്രൈവറില്ല, വർഷങ്ങളായിട്ട് ഓടുന്ന സർവീസാണ്. അങ്ങനെ ലണ്ടനിൽ ഡ്രൈവറില്ലാത്ത ഒരു മെട്രോ എന്ന് പറയാം, ഡോക്ലാൻഡ് റെയിൽവേ, DLR. അപ്പോൾ ആ ട്രെയിൻ വന്ന് നിന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ്. ഭാര്യ ട്രെയിനിൽ കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കയറി ഇവിടുന്ന് പുറപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് ലണ്ടൻ്റെ വികസിതമായ ഒരു പ്രദേശങ്ങളിൽ കൂടിയാണ് പോകുന്നത്. വളരെ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കടന്നു പോകുന്നത്. അവിടെ ചെന്നു ഞങ്ങൾ ഇറങ്ങി ഞങ്ങളിപ്പോൾ എക്സൽ എന്ന് പറയുന്ന ഇവൻ്റൊക്കെ നടക്കുന്ന അതിൻ്റെ സമീപത്തേക്ക് പോകാം. വളരെ വലിയ ഇവൻ്റുകളൊക്കെ നടക്കുന്ന ഒരു ഹോളാണ് എക്സൽ. എല്ലാവിധ സൗകര്യങ്ങളും, ആധുനിക സൗകര്യങ്ങളും അടക്കം എല്ലാം ഉള്ളതാണ്. അബുദാബി ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന അവരുടെ അധീനതയിലുള്ള ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഹോളാണ് ഇവിടെ. ഇതിൻ്റെ സമീപത്ത് തേംസ് നദി കയറി കിടക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഷിപ്പ് കിടക്കുന്നത്. ഇവിടെ ഇറങ്ങി അപ്പോൾ അതിൻ്റെ സമീപത്തൊക്കെ ഈ എക്സലിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇവിടം. ഇതിൻ്റെ സമീപത്തൊക്കെ വളരെ മനോഹരമാണ്, കാഴ്ചകളൊക്കെ കാണുവാൻ വളരെ മനോഹരമാണ്. അവിടെ ഒരു പെർമനൻ്റായിട്ടൊരു ഷിപ്പ് കിടപ്പുണ്ട്. ഒരു സ്റ്റാച്യു ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ എക്സലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്റ്റാച്യു ആണ്. അപ്പോൾ അതിൻ്റെ സമീപത്തൊരു വലിയ ഒരു കപ്പൽ ഹോട്ടലാക്കി മാറ്റിയിട്ടുണ്ട്. ആ കപ്പൽ അവിടെ സ്ഥിരം ആയിട്ട് കിടക്കുന്ന ഒരു കപ്പൽ, ആ കപ്പലാണ് ഇത്. ഇതൊരു ഹോട്ടലാണ്. ഇതിൻ്റെ അകത്തൊന്നും കയറിയില്ല. ഹോട്ടലിൽ ധാരാളം ആൾക്കാർ കയറി ആഹാരം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള ചില വ്യൂസൊക്കെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ആ കപ്പലിൻ്റെ ഒരു സൈഡ്, സൺ ബോൺ എന്ന് പറയുന്ന ഹോട്ടലാണിപ്പോൾ അത്. ഇനി നമുക്ക് അതർ സൈഡ്, അതിൻ്റെ അങ്ങേ സൈഡിലാണ് ഈ കപ്പൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കണ്ടുപിടിച്ച് നമ്മൾ നടക്കുകയാണ്. അതിൻ്റെ ലോഗോ ഉണ്ട്, ലണ്ടൻ ഹോപ്പ്. വളരെ ദൂരെ ആ കപ്പൽ നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഒരു നല്ല ദൂരമുണ്ട് നടക്കാൻ. ഒരു 1/2 കിലോമീറ്റർ കൂടുതൽ നടക്കണം. ഇങ്ങനെ നടന്ന് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ ദൂരെയായിട്ട് ലോകപ്രസിദ്ധമായ ആ ലോഗോസ് എന്ന് പറയുന്ന സംഘടന, അതായത് ലോഗോസ് എന്ന് പറയുന്ന ഒരു കപ്പലാണ് ലോഗോസ് ഹോപ്പ്. ഇത് നടത്തുന്നത് ഓപ്പറേഷൻ മൊബിലൈസേഷൻ, OM ആണ്. അപ്പോൾ OMകാരുടെ നിയന്ത്രണത്തിലുള്ള ഒരു കപ്പലാണ് ഇത്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ, പല സിറ്റികളിൽ ഇതുപോലെ ചെല്ലും. അവിടെ കുറേ നാൾ കഴിയും, അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കപ്പലാണ്, സഞ്ചരിക്കുന്ന പുസ്തകശാല. അപ്പോൾ അത് കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ വന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ല. ഏതായാലും ലണ്ടനിൽ വന്നപ്പോൾ അത് കാണാനുള്ള സൗകര്യം ലഭിച്ചു. അതിൻ്റെ സമീപത്തേക്ക് നമ്മൾ നടക്കുകയാണ്. £1 ഇതിൻ്റെ എൻട്രി ഫീസ്. വളരെ തുച്ഛമായൊരു തുകയാണ്. ആ £1 കൊടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കയറാം, ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങാം. കൂടുതലും ഈ ക്രിസ്ത്യൻ തിയോളജിക്കൽ ബുക്സിൻ്റെ നല്ലൊരു ശേഖരം അവർക്കുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള ബുക്കുകൾ ധാരാളമായിട്ടുണ്ട്. അതുപോലെ അവിടെ നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വേണേൽ കാപ്പിയൊക്കെ കുടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു പ്രത്യേക ഒരു അനുഭവം. ലോഗോസ് ഹോപ്പ് അത് അതിൻ്റെ
7-ാം തീയതി ഇവിടുന്ന് പുറപ്പെട്ടു 9-ാം തീയതി മുതൽ എഡിൻബറോ എന്ന സിറ്റിക്ക് സമീപത്തായിരിക്കും പിന്നീട് കുറച്ച് നാളത്തേക്ക്. അങ്ങനെ ഇത് സഞ്ചാരത്തിലാണ്. ഇവിടെ വന്നിട്ടിപ്പോൾ കുറേ ദിവസങ്ങളായി. അപ്പോൾ നമ്മൾ 1 പൗണ്ട് പൈസ ടിക്കറ്റൊക്കെ എടുത്തു കപ്പലിൻ്റെ അകത്തേക്ക് കയറി. കപ്പലിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കപ്പലിനെ കുറിച്ച് കുറേ എക്സ്പ്ലനേഷനൊക്കെ അവർ തരികയാണ്, എങ്ങനെയാണ്. അപ്പോൾ അതിനൊരു വീഡിയോ ഒക്കെ നമുക്ക് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പുസ്തകശാലയ്ക്കകത്തേക്ക് കയറാം. ധാരാളം പുസ്തകങ്ങൾ. വലിയൊരു കപ്പലാണ്. ആ കപ്പലിൻ്റെ ഒരു നില മുഴുവൻ പുസ്തകശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. പുസ്തകങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടത് നമുക്ക് മേടിക്കാം. അപ്പം ആൾക്കാർ ധാരാളമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉണ്ട്. പല കാറ്റഗറിയിലുള്ള പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. വുമൺ, ചിൽഡ്രൻസ്, തിയോളജിക്കൽ ബുക്സ്, അങ്ങനെ ജീവചരിത്രങ്ങൾ എല്ലാം കിട്ടും. എല്ലാ സെക്ഷനിലുള്ള ബുക്കുകളും ഇവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. കൗണ്ടർ പേ ചെയ്ത് കൊണ്ടുപോകാം. ഒരു പ്രത്യേക ഒരു അനുഭവം. ഇപ്പോൾ ഇവിടെ 100 യൂണിറ്റ് അങ്ങനെയൊക്കെ വില കൊടുത്തിരിക്കുന്ന പോലെ തോന്നുന്നു. 100 യൂണിറ്റിന് 2 യൂറോയാണ്. അപ്പോൾ 200 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് 4 യൂറോ കൊടുക്കണം. അങ്ങനെ ആ യൂണിറ്റ് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട വിലയുള്ള പുസ്തകങ്ങൾ എടുക്കാൻ പറ്റും. ഇവിടെ ബയോഗ്രഫീസിൻ്റെയൊക്കെ പുസ്തകം ധാരാളമായിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ. അതായത് ഒരു പ്രത്യേക സെക്ഷൻ വൈസ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പുസ്തകങ്ങളൊക്കെ നമ്മൾ കണ്ട് വലിയ 2 പുസ്തകങ്ങളൊക്കെ പിള്ളേർക്ക് വേണ്ടി നോക്കുകയാണ്. ഇവിടെ സ്ത്രീകളുടെ സെക്ഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് മദർ തെരേസയുടെ ഒരു ജീവചരിത്രം ഞാൻ കണ്ടു. മദർ തെരേസയെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അങ്ങനെ വളരെയധികം പുസ്തകങ്ങളിവിടെ. പുസ്തകപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആവേശമാണ്. കാണുമ്പോഴേ കണ്ട് നമുക്ക് വളരെ നീണ്ടു കിടക്കുക. കണ്ടില്ല എത്രയും വിശാലമായ ഒരു പുസ്തകമാണ്. ഇവിടെ ക്രിസ്ത്യൻ ചിൽഡ്രൻ, അങ്ങനെ ക്രിസ്ത്യൻസ് ചിൽഡ്രൻ അവർക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ, കുട്ടികൾക്കുള്ള ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളമുണ്ട്. ഈ ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ വലിയ ലോകപ്രസിദ്ധമായ ഒരു പ്രവർത്തനമാണ് ഈ ലോഗോസിൻ്റെ ഈ സഞ്ചരിക്കുന്ന പുസ്തകശാല. അപ്പോൾ അതൊക്കെ പുസ്തകങ്ങളൊക്കെ കണ്ട് ഞങ്ങളിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അതിൻ്റെ ഈ സെക്ഷനെല്ലാം ധാരാളം ആർട്ട് വർക്കുകൾ, പെയിൻറ്റിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണം ഫോട്ടോ ഒക്കെ എടുക്കാം. കണ്ടു. നമ്മളങ്ങനെ അങ്ങോട്ട് പോയി. ഇപ്പം ഇത് റെസ്റ്റോറൻറ്റിൻ്റെ സൈഡാണ്. റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം. ഞങ്ങളൊന്നും മേടിച്ചില്ല. ഞങ്ങളുടെ വീട് ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആഹാരമൊക്കെ കഴിക്കാൻ പറ്റും. ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ വരാം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ. അങ്ങനെ ഞങ്ങൾ കപ്പലിനോട് വിട പറയുകയാണ്. വിശാലമായൊരു പുസ്തകശാല. ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻ്റാണ്. ഞങ്ങളത് സാധനമൊന്നും മേടിച്ചില്ല. ഞങ്ങൾ കപ്പലിൻ്റെ വെളിയിലേക്ക് നടക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം പ്രദാനം ചെയ്തു സന്ദർശനം. ഇനിയും നേരത്തെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സന്ദർശനമാണ്. അതിപ്പോഴാണ് നടന്നത്. അത് സാഹിത്യവേദിയുടെ വായനക്കാർക്കും കേൾവിക്കാർക്കും വേണ്ടിയൊക്കെ നമ്മളിത് വീണ്ടും ഇവിടെ തരുന്നു. നിങ്ങൾക്കത് കാണാം. സന്തോഷം.